Okay, sorry for the interruption. ഒരു നെറ്റ്വർക്ക് എറർ വന്നു അതാ കിട്ടാതെ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞ അപ്പൊ അതിന്റെ ഒരു ടെസ്റ്റ് പേപ്പർ നമ്മൾ നടത്തി. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതാണ് നമ്മൾ ഇന്ന് റെഫർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ വേർഡാ വരുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഹൂ ഈസ് കൺസിഡർഡ് ദ ഓതർ ഓഫ് അഭിജ്ഞാന ശാകുന്തള? അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Who is considered the author of Abhijnana Shakuntala? അപ്പോൾ അതിന്റെ ആൻസർ, ദ ഓതർ ഓഫ് അഭിജ്ഞാന ശാകുന്തള ഈസ് കാളിദാസ. അപ്പൊ അഭിജ്ഞാന ശാകുന്തളയുടെ ആ കൃതിയുടെ എഴുത്തുകാരൻ ആരായിരുന്നു? കാളിദാസ. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സാൻസ്ക്രിറ്റ് പോയറ്റ് ആൻഡ് ഡ്രമാറ്റിസ്റ്റ് ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ. ഇന്ത്യയിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സാൻസ്ക്രിറ്റ് പോയറ്റും ഡ്രമാറ്റിസ്റ്റും ആയിട്ടുള്ള കാളിദാസനായിരുന്നു അഭിജ്ഞാന ശാകുന്തളയുടെ രചയിതാവ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൃച്ഛകതിക ഈസ് റിട്ടൺ ബൈ വിച്ച് പ്ലേ റൈറ്റ്? മൃച്ഛകതിക എഴുതിയത് ഏത് എഴുത്തുകാരനാണ്? മൃച്ഛകതിക ഈസ് റിട്ടൺ ബൈ വിച്ച് പ്ലേ റൈറ്റ്? മൃച്ഛകതിക ദ ലിറ്റിൽ ക്ലേ കാർട്ട് വാസ് റിട്ടൺ ബൈ ശൂദ്രക, എ പോയറ്റ് കിങ് ഓഫ് ഉജ്ജയിൻ ഇൻ ദ സെക്കൻഡ് സെഞ്ചുറി CE, കോമൺ എറ. മൃച്ഛകതിക എന്നത് അതിന്റെ ഇംഗ്ലീഷ് പേര് ദ ലിറ്റിൽ ക്ലേ കാർട്ട്. അത് എഴുതിയത് വാസ് റിട്ടൺ ബൈ ശൂദ്രക. എഴുതിയ ആളുടെ പേര് ശൂദ്രക എന്നാണ്. അദ്ദേഹം ഒരു രാജാവും ഒരു കവിയുമായിരുന്നു. എവിടത്തെ ആളായിരുന്നു? ഫ്രം ഉജ്ജയിൻ ഇൻ ദ സെക്കൻഡ് സെഞ്ചുറി CE. അപ്പോൾ ഏകദേശം 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു രാജാവും ഒരു കവിയുമായിരുന്ന ശൂദ്രക എന്ന ഒരു എഴുത്തുകാരനാണ് മൃച്ഛകതിക എന്ന കൃതി എഴുതിയത്. ദ നാട്യശാസ്ത്ര വാസ് റിട്ടൺ ബൈ, നാട്യശാസ്ത്ര എഴുതിയത് ദ നാട്യശാസ്ത്ര വാസ് റിട്ടൺ ബൈ ഭരതമുനി. നാട്യശാസ്ത്ര എന്ന കൃതി എഴുതിയത് ആരായിരുന്നു? ഭരതമുനിയായിരുന്നു നാട്യശാസ്ത്ര എന്ന കൃതി എഴുതിയത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സാൻസ്ക്രിറ്റ് ഡ്രമാറ്റിസ്റ്റ് ഈസ് നോൺ ഫോർ ബ്ലെൻഡിങ് റൊമാൻസ് വിത്ത് പൊളിറ്റിക്കൽ ഇൻട്രിയൂഗ് ഇൻ ഹിസ് പ്ലേസ്? നമ്മൾ ഇതെല്ലാം ടെക്സ്റ്റിൽ പഠിച്ചതാണ്. അതിലെന്താണ് വിച്ച് സാൻസ്ക്രിറ്റ് ഡ്രമാറ്റിസ്റ്റ്, ഏത് സംസ്കൃത കലാകാരനാണ് ഈസ് നോൺ ഫോർ ബ്ലെൻഡിങ് റൊമാൻസ് വിത്ത് പൊളിറ്റിക്കൽ ഇൻട്രിയൂഗ്? പൊളിറ്റിക്കൽ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളും പ്ലസ് റൊമാൻസും ഇത് തമ്മിൽ ബ്ലെൻഡ് ചെയ്യുന്നത്, കൂട്ടിച്ചേർത്തുകൊണ്ട് എഴുതുന്ന കൃതാരായിരുന്നു? ദ സാൻസ്ക്രിറ്റ്. ഉത്തരം എന്താണ്? ദ സാൻസ്ക്രിറ്റ് ഡ്രമാറ്റിസ്റ്റ് നോൺ ഫോർ ബ്ലെൻഡിങ് റൊമാൻസ് വിത്ത് പൊളിറ്റിക്കൽ ഇൻട്രിയൂഗ് ഈസ് ഭാഷ. അപ്പോ ഭാഷ അല്ലെങ്കിൽ ബാസ എന്ന് പറയും. ബാസ എന്ന് പറയുന്നതായ BHASA, ബാസ എന്ന് പറയുന്നതായ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം എന്തിനേക്ക് തമ്മിൽ കൂട്ടിച്ചേർക്കുമായിരുന്നു? റൊമാൻസും പൊളിറ്റിക്കൽ ഇൻട്രിയൂഗും തമ്മിൽ അദ്ദേഹം അതിനെ കൂട്ടിച്ചേർക്കുമായിരുന്നു. ആ കൃതിയൊക്കെ നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അപ്പോ അത് ഭാസ എന്നതായ എഴുത്തുകാരനാണ് അങ്ങനെ എഴുതുന്നത്. ദ സാൻസ്ക്രിറ്റ് ഡ്രമാറ്റിസ്റ്റ് നോൺ ഫോർ ബ്ലെൻഡിങ് റൊമാൻസ് വിത്ത് പൊളിറ്റിക്കൽ ഇൻട്രിയൂഗ് ഈസ് ഭാസ. അദ്ദേഹത്തിന്റെ ഏത് കൃതിയിൽ അത് കാണാൻ കഴിയും? ഇൻ ഹിസ് പ്ലേ സ്വപ്നവാസവദത്ത. സ്വപ്നവാസവദത്ത എന്നതായ കൃതിയിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. മാലതി മാധവ ബിലോങ്സ് ടു വിച്ച് ടൈപ്പ് ഓഫ് പ്ലേ? നാടക ഓർ പ്രകാരണ? അപ്പോ മാലതി മാധവ എന്നതായ കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? നാടകയിലാണോ പ്രകാരണയിലാണോ? നമ്മൾ നാടക എന്താണെന്നും പ്രകാരണ എന്താണെന്നും ഒക്കെ പഠിച്ചു. എന്താണ് നാടക? നാടക ഈസ് എ ഫുൾ ലെങ്ത് പ്ലേ ബേസ്ഡ് ഓൺ വെൽ നോൺ സ്റ്റോറീസ് ഫ്രം എപ്പിക്സ്, മിത്സ് ഓർ ലെജൻഡ്സ്. അപ്പൊ നാടക എന്ന് പറയുന്നത് ഒരു ഫുൾ ലെങ്ത് പ്ലേ ആണ്. അതിനെ ബേസ് ചെയ്തായിരിക്കും എഴുതിയിരിക്കുന്നത്. ഒന്നെങ്കിൽ എപ്പിക്കിനെ ബേസ് ചെയ്തോ, ഏതെങ്കിലും മിത്തിനെ ബേസ് ചെയ്തോ, ഏതെങ്കിലും ലെജൻഡ്സിനെയൊക്കെ ബേസ് ചെയ്ത് എഴുതിയിരിക്കുന്നതായിരിക്കും എന്ത്? നാടക എന്നുള്ളത്. ദ ഹീറോ ഈസ് യൂഷ്വലി എ കിങ് ഓർ എ നോബിൾ ഫിഗർ. ഹീറോ ആരായിരിക്കും? ഒരു രാജാവോ ഒരു പ്രാധാന്യമുള്ളതായ ഒരു വ്യക്തിയോ ആയിരിക്കും. ആൻഡ് ദ പ്ലോട്ട് ഈസ് ഹീറോയിക് ഓർ ഡിവൈൻ ഇൻ നേച്ചർ. അത് ഒന്നുകിൽ ഹീറോയിക് ആയിരിക്കും അല്ലെങ്കിൽ ഡിവൈൻ ആയിരിക്കും. ഉദാഹരണം കാളിദാസയുടെ അഭിജ്ഞാന ശാകുന്തള. അപ്പൊ അതാണ് നാടകയുടെ ഉദാഹരണം. പക്ഷെ പ്രകാരണ എന്താണ്? പ്രകാരണ ഈസ് ഓൾസോ എ ഫുൾ ലെങ്ത് പ്ലേ. നാടക പോലെ ഒരു ഫുൾ ലെങ്ത് പ്ലേ തന്നെയാണ് പ്രകാരണ. പക്ഷേ ഇറ്റ് സ്റ്റോറി ഈസ് ഇൻവെന്റഡ് ബൈ ദ പ്ലേ റൈറ്റ്. പക്ഷെ പ്രകാരണയില് ആ കൃതി എങ്ങനെയാണ്? എഴുത്തുകാരനാണ് അത് എഴുതുന്നത്. അല്ലാതെ നാടകയില് അവരെന്താ ചെയ്യുന്നത്? നാടക എന്ന് പറയുമ്പോൾ അതിനകത്ത് പഴയ ഏതെങ്കിലും എപ്പിക്കിനെയോ മിത്തുകളെയോ ലെജൻഡിൽ നിന്നൊക്കെ ആയിരിക്കും അവര് എടുത്ത് എഴുതുന്നത്. ഇതിൽ അങ്ങനെയല്ല. പ്രകാരണയില് ആ കഥാകൃത്ത് തന്നെ കണ്ടെത്തി എഴുതുന്നതാണ്. അല്ലെ കഥാകൃത്തിന്റെ തന്നെ സൃഷ്ടിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്, പ്രകാരണയിൽ കാണാനായിട്ട് കഴിയുന്നത്.
The characters are often drawn from ordinary life. അപ്പൊ ഇതിലുള്ള കഥാപാത്രങ്ങൾ എവിടെ നിന്നായിരിക്കും വരുന്നത്? ഓർഡിനറി ലൈഫ്, സാധാരണ ജീവിതത്തിൽ നിന്നായിരിക്കും കഥാപാത്രങ്ങളെയൊക്കെ എടുത്തിരിക്കുന്നത്. ഉദാഹരണമായിട്ട് സച്ചസ് മെർച്ചൻസ് ഉണ്ടാകാം, കോർട്ടീസൺസ് ഉണ്ടാകാം, മിനിസ്റ്റേഴ്സ് ഉണ്ടാകാം. അപ്പൊ ഇവരൊക്കെ ആയിരിക്കും പ്രകാരണയിൽ വരുന്നതായ കഥാപാത്രങ്ങൾ. പക്ഷെ നാട്ടകയിൽ എങ്ങനെയായിരിക്കും? എപ്പിക് ഹീറോസ് ഒക്കെ ആയിരിക്കും നാട്ടകയിൽ വരുന്നത്. ഉദാഹരണം ശൂദ്രകാസ് മൃച്ഛകതിക. ശൂദ്രകാസ് മൃച്ഛകതിക എന്തിന്റെ ഉദാഹരണമാണ്? പ്രകാരണയുടെ ഉദാഹരണമാണ്. അപ്പൊ മാലതി മാധവ് എന്തിന്റെ ഉദാഹരണമാണ്? അതും പ്രകാരണയാണ്, അത് നാട്ടകയല്ല. അപ്പൊ അത് ഓർത്തിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് വൺ വേർഡിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. പിന്നത്തെ ഇതിൽ നിങ്ങൾ കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ എഴുതുന്ന ടൈമിൽ നന്നായിട്ട് എഴുതാനായിട്ട് കഴിയും. നാട്ടക ഓർ പ്രകാരണ. അപ്പൊ നാട്ടക എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ ഫുൾ ലെങ്ത് പ്ലേ based on well-known stories from epics, myths or legends. The hero is usually a king or a noble figure and the plot is heroic or divine in nature. Example, Kalidas's Abhijnana Shakuntala. Prakarana എങ്ങനെയാണ്? A Prakarana is also a full-length play, but its story is invented by the playwright. The characters are often drawn from ordinary life such as merchants, courtesans or ministers rather than epic heroes. ശൂദ്രകയുടെ വൃക്ഷകഥിക ഇതിനൊരു ഉദാഹരണമാണ്. ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ പറഞ്ഞാല് നാട്ടക എന്ന് പറയുന്നത് എപ്പിക് അല്ലെങ്കിൽ ഹീറോയിക് തീമായിരിക്കും. പ്രകാരണ എന്ന് പറയുന്നത് കണ്ടെത്തിയതായിരിക്കും അല്ലെങ്കിൽ സോഷ്യൽ, സാമൂഹികമായ വിഷയങ്ങളായിരിക്കും നാട്ടകയിൽ വരുന്നത്. അടുത്ത് നമുക്ക് അനോട്ടേഷൻസ് ആണ്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ഒരു പ്രധാനപ്പെട്ടതായ ഒരു ഭാഗമാണ് അനോട്ടേഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈന്, യു ഹു ഡു നോട്ട് നോട്ടീസ് മീ എ ഹോർഡ് ഓഫ് മെറിറ്റ് സ്റ്റാൻഡിങ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. എന്റെ ആൻസർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ ഭാഗം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതാണ്. നമ്മൾ എക്സാമിന് ചോദിക്കുമ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാത്ത ഭാഗമായിരിക്കും പക്ഷെ എക്സാമിന് വരുന്നതെങ്കിലും മനസ്സിലാക്കുക, എപ്പോഴും ചോദ്യകർത്താവ് ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗമായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് പഠിച്ചൊരു കുട്ടിക്ക് എവിടെ നിന്ന് ചോദിച്ചാൽ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതായ ഒരു ഒന്ന് രണ്ട് ലൈൻ ആണിത്. യു ഹു ഡു നോട്ട് നോട്ടീസ് മീ എ ഹോർഡ് ഓഫ് മെറിറ്റ് സ്റ്റാൻഡിങ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. നിങ്ങളുടെ കയ്യിലൊക്കെ ടെക്സ്റ്റ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് അതൊക്കെ വായിക്കാം. ഞാൻ പഠിപ്പിച്ചപ്പോൾ നന്നായിട്ട് പഠിപ്പിച്ചതാണിത്. എവിടെ വരുന്നതാണ്? ദീസ് ലൈൻസ് ആർ സ്പോക്കൺ ബൈ സേജ് ദുർവാസ ഇൻ അഭിജ്ഞാന ശാകുന്തല ബൈ കാളിദാസ്. അപ്പോൾ ഈ ലൈൻസ് എവിടെ വരുന്നതാണ്? ദുർവാസ മഹർഷി ആർക്കെതിരായിട്ട് പറയുന്നതാണ്? ശകുന്തലയ്ക്കെതിരായിട്ട് പറയുന്നതാണ്. നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് നോക്കാം. ദീസ് ലൈൻസ് ആർ സ്പോക്കൺ ബൈ സേജ് ദുർവാസ ഇൻ അഭിജ്ഞാന ശാകുന്തല ബൈ കാളിദാസ്. അപ്പൊ ഈ ലൈൻസ് ദുർവാസ മഹർഷി പറയുന്നതാണ്. എവിടെയാ പറയുന്നത്? അഭിജ്ഞാന ശാകുന്തലത്തിൽ. കാളിദാസൻ എഴുതി അഭിജ്ഞാന ശാകുന്തലത്തിലാണ് നമുക്കിത് കാണാനായിട്ട് കഴിയുന്നത്. ആ ഒരു ലൈൻ നിങ്ങൾ അതുപോലെ അങ്ങ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വായിക്കുന്ന അധ്യാപകനും മനസ്സിലാകും, നിങ്ങൾക്ക് കാര്യങ്ങൾ നന്നായിട്ട് അറിയാമെന്ന് മനസ്സിലാകും, പെട്ടെന്ന് മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ശകുന്തല ലോസ്റ്റ് ഇൻ തോട്ട്സ് ഓഫ് കിങ് ദുഷ്യന്ത. ശകുന്തല ലോസ്റ്റ് ഇൻ തോട്ട്സ് ഓഫ് കിങ് ദുഷ്യന്ത. എന്താണ്? ദുഷ്യന്ത രാജാവിനെ കുറിച്ചുള്ള ചിന്തകളാൽ എന്താണ് മുഴുകിപ്പോയതായ ശകുന്തല ഫെയിൽസ് ടു നോട്ടീസ് ആൻഡ് ഗ്രീറ്റ് ദ സേജ്. എന്ത് ചെയ്തു പോയി? ഫെയിൽസ് ടു നോട്ടീസ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്തില്ല? എന്താണ് മഹർഷിയെ ഗ്രീറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഗ്രീറ്റ് ചെയ്യാൻ വിട്ടുപോയി. വിച്ച് ഒഫൻസീവ്. അപ്പൊ അങ്ങനെ മഹർഷിയെ ശ്രദ്ധിക്കാതെ ദുഷ്യന്തനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ശകുന്തല ഇരുന്നത് ആർക്ക് ദേഷ്യം വരുത്തി? ദുർവാസ മഹർഷിക്ക് ദേഷ്യം വരുത്തി. നോൺ ഫോർ ഹിസ് ക്വിക്ക് ടെമ്പർ ദുർവാസ കഴ്സസ് ഹർ that the very man she is thinking of will fail to recognize her. എന്താണ്? നോൺ ഫോർ ഹിസ് ക്വിക്ക് ടെമ്പർ. അപ്പൊ ദുർവാസ മഹർഷിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് കോപിക്കുന്ന വ്യക്തിയാണ്. പെട്ടെന്ന് കോപിക്കുന്ന വ്യക്തിയായിട്ട് നമുക്ക് ദുർവാസ മഹർഷിയെ കാണാനായിട്ട് കഴിയും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് കോപിഷ്ഠനാകുന്നു. ദുർവാസ കഴ്സസ് ഹർ. ദുർവാസാവ് അവളെ ശപിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? ദ വെരി മാൻ ഷീ ഈസ് തിങ്കിങ് ഓഫ് വിൽ ഫെയിൽ ടു റിക്കഗ്നൈസ്. നീ ആരെയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തി നിന്നെ എന്ത് ചെയ്യത്തില്ല, നിന്നെ തിരിച്ച് അറിയത്തില്ല എന്നൊരു ശാപമാണ് ആര് കൊടുക്കുന്നത്? ദുർവാസാവ് ശകുന്തലയ്ക്ക് കൊടുക്കുന്നത്. ദ കഴ്സ് ബിക്കെയിം ദ സെൻട്രൽ പോയിന്റ് ഓഫ് ദ പ്ലേ. ഈ കൃതിയുടെ പ്രധാന ഭാഗമായിട്ട് എന്ത് മാറുകയാണ്? ഈ ശാപം മാറുകയാണ്. എന്തുകൊണ്ടാണ്? ഇറ്റ് കോസസ് ദുഷ്യന്ത ടു ഫൊർഗെറ്റ് ശകുന്തല അൻറ്റിൽ ഹി സീസ് ദ റിംഗ്. ഇതെന്ത് ചെയ്യുന്നു?
ഇത് കാരണം ദുഷ്യന്ത ശകുന്തളയെ മറന്നു പോകുന്നു. അവർ തമ്മിൽ ഗാന്ധർവ വിവാഹമൊക്കെ നടന്നതാണെങ്കിലും ദുഷ്യന്ത ആരെ മറന്നു പോകുന്നു? ശകുന്തളയെ മറന്നു പോകുന്നു. പക്ഷെ ഏതുവരേക്കാണ്? അൻറ്റിൽ ഹി സീസ് ദ റിങ്. അദ്ദേഹം ആ റിങ്, ആ മോതിരം കാണുന്നത് വരെയും ശകുന്തളയെ മറന്നു പോകുന്നു. The words hoard of merit highlights the aesthetics belief that his presence was secret and deserved respect. അപ്പൊ എന്താണ് the words? നമ്മൾ ആ തുടക്കത്തിൽ എന്താ വായിച്ചു? hoard of merit. അദ്ദേഹം തന്നെ പറയുന്നതാണ് hoard of merit. എന്തിനാണ് സൂചിപ്പിക്കുന്നത്? hoard of aesthetic അല്ല, hoard of merit എന്ന വാക്ക് ഹൈലൈറ്റ് ദ അസെറ്റിക്സ് ബിലീഫ്. കാരണം അദ്ദേഹം ഒരു സന്യാസിയാണ്. അപ്പോൾ ഒരു സന്യാസിയുടെ ജീവിതം ത്യാഗപൂർണമായ ഒരു ജീവിതമാണ്. അങ്ങനെ ത്യാഗപൂർണമായി ജീവിക്കുന്നതായ ആ ഒരു വ്യക്തിയിൽ എന്തുണ്ടാകും? ബ്ലെസ്സിങ്സ് ഉണ്ടാകും, അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അപ്പൊ അദ്ദേഹമാണ് പറയുന്നത് ദ ഹോഡ് ഓഫ് മെരിറ്റ്, അനുഗ്രഹങ്ങളുടെ ഉറവിടം എവിടെ വന്ന് നിൽക്കുകയായിരുന്നു? നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയായിരുന്നു. അപ്പൊ താൻ ഇങ്ങനെ ഒരു എന്ത് ജീവിതം ജീവിക്കുന്നുണ്ട്? സന്യാസ ജീവിതം ജീവിക്കുന്നത് കൊണ്ട് തന്നിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അപ്പൊ ഇത്രയും അനുഗ്രഹങ്ങളുമായി ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് നീ എന്നെ അവഗണിച്ചു എന്നതാണ് അദ്ദേഹത്തിനെ കോപിഷ്ഠനാക്കിയത്. അപ്പം അദ്ദേഹം പറയുന്ന ഉദ്ദേശം എന്താണ്? ഹിസ് പ്രസൻസ് വാസ് സീക്രട്ട് ആൻഡ് ഡിസേർവ്ഡ് റെസ്പെക്ട്. അപ്പം താൻ അവിടെ വന്നത് എന്താണ്? സീക്രട്ട്, തന്റെ വരവ് പരിശുദ്ധവും അതോടൊപ്പം തന്നെ അതിൽ ബഹുമാനവും ലഭിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ശകുന്തള ശകുന്തള ദുഷ്യന്തനെ കുറിച്ചുള്ള ഓർമ്മകളിൽ മതി പറന്നുപോയി. ദ കഴ്സ്, ശാപം എന്ത് ചെയ്യാണ്? ദ റിഫ്ലെക്ട്സ് ദ തീം ഓഫ് ലവ് ആൻഡ് ഫെയ്ത്ത്, ഷോയിങ് ഹൗ ഹ്യൂമൻ ഇമോഷൻസ് ആർ ടെസ്റ്റഡ് ബൈ ഡിവൈൻ ഇന്റർവെൻഷൻ. എന്താണ് ഈ ശാപം എന്തിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്? ദ തീം ഓഫ് ലവ് ആൻഡ് ഫെയ്ത്ത്. സ്നേഹത്തിന്റെയും, ഒരു ഭാഗത്ത് സ്നേഹമാണ് അല്ലെ ദുഷ്യന്തനും അതോടൊപ്പം തന്നെ എന്താണ് ശകുന്തളയും തമ്മിലുള്ള സ്നേഹത്തെ ഇവിടെ കാണിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന വിധിയുടെ വിളയാട്ടം. പെട്ടെന്ന് മഹർഷി അവിടെ വരികയും, ദുർവാസ മഹർഷി വരികയും ആ സ്നേഹത്തിന് ഇടയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും. അപ്പൊ ഇതൊക്കെ എന്തിനാണ് കാണിക്കുന്നത്? ഹൗ ഹ്യൂമൻ ഇമോഷൻസ് ആർ ടെസ്റ്റഡ് ബൈ ഡിവൈൻ ഇന്റർവെൻഷൻ. അപ്പൊ ഏത് രീതിയിലാണ് എന്താണ് ഡിവൈൻ ഇന്റർവെൻഷൻസ് ഹ്യൂമൻ ഇമോഷൻസിനെ ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ നിങ്ങൾക്ക് എഴുതുന്ന ടൈമിൽ തന്നെ എത്രയും അതിന്റെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ തന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഭാഗം മനസ്സിലായതെന്നും ആരോട് പറഞ്ഞതെന്നൊക്കെ ഉള്ള ഭാഗങ്ങൾ ആ തുടക്കത്തിലുള്ള 1-2 ലൈൻസിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് എഴുതാനായിട്ട് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? അത് വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും നിങ്ങൾക്ക് മാർക്ക് തരികയും ചെയ്യുന്നതിന് ഇടയുണ്ട്. അതുകൊണ്ട് ആ 2-3 ലൈൻസിൽ തന്നെ ഇൻട്രൊഡക്ടറി പാർട്ട് നന്നായിട്ട് എഴുതുക, കൺക്ലൂഷൻ നന്നായിട്ട് എഴുതുക. അത് രണ്ടും എപ്പോഴും ശ്രദ്ധിക്കുക. ചിലപ്പോൾ ടൈം അവർക്ക് ലഭിച്ചില്ലെങ്കിൽ അത് വേഗത്തിൽ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും വായിച്ച് പെട്ടെന്ന് മാർക്കിട്ട് പോകും. അതുകൊണ്ട് ആ 2 ഭാഗവും നന്നായിട്ട് എഴുതുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ടീച്ചേഴ്സിന് കൺവിൻസ് ആകണം നിങ്ങൾക്ക് ഈ ഭാഗം നന്നായിട്ട് അറിയാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ ഹീറോസ് ഓഫ് ദീസ് 2 plays ആർ ട്രഡീഷണലി സീൻ ആസ് വില്ലൻസ് ഓർ ആന്റി ഹീറോസ് ഇൻ ദ മഹാഭാരത. ഹൗവർ ഭാഷ treats them with sympathy. ഇവിടെ പറയുന്നത് the heroes of these 2 plays are traditionally seen as villains or anti-heroes in the Mahabharata. മഹാഭാരതത്തിൽ ഈ 2 പേരെയും എങ്ങനെയാണ് വില്ലന്മാരായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ആന്റി ഹീറോസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഭാഷ അവരെ സിമ്പതിയോടുകൂടി മറ്റൊരു രീതിയിൽ നോക്കി കാണുന്നു. അതാരെ കുറിച്ചാണ് പറയുന്നത് നോക്കാം. The lion refers to ഭാഷാസ് പ്ലേസ് ഉരുഭംഗ, ബ്രേക്കിംഗ് ഓഫ് ദ തൈസ് ആൻഡ് കർണഭാര, കർണാസ് ടാസ്ക്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് ഭാഷയുടെ കൃതിയായ എന്താണ് ഉരുഭംഗ, അത് ബ്രേക്കിംഗ് ഓഫ് ദ തൈസ് എന്നും ആൻഡ് കർണഭാര, കർണാസ് ടാസ്കും എന്നുള്ള കൃതിയിൽ നിന്നാണ് ഈ ഭാഗം എടുത്തിരിക്കുന്നത്. ഇൻ ദ മഹാഭാരതത്തിൽ ദുര്യോധന ആൻഡ് കർണ ആർ ഓഫ്റ്റൻ പോർട്രേഡ് ആസ് വില്ലൻസ് ഓർ ആന്റി ഹീറോസ്. മഹാഭാരതത്തില് ദുര്യോധനനെയും കർണനെയും എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? ഓഫൻ പോർട്രേഡ്, അവതരിപ്പിച്ചിരിക്കുന്നത് വില്ലൻസ് ഓർ ആന്റി ഹീറോസ്, വില്ലന്മാരായിട്ടും ഹീറോസ് അല്ല ആന്റി ഹീറോസ് ആയിട്ടൊക്കെയാണ് മഹാഭാരതത്തിൽ സാധാരണയായിട്ട് ദുര്യോധനനെയും കർണനെയും അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഭാഷ എങ്ങനെയാണ്? ഭാഷ എന്ന് പറയുന്നത് ആ എഴുത്തുകാരൻ however presents them as tragic figures and highlights their human qualities. എന്ന ഭാഷ അവരെങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? ആ ട്രാജിക് ഫിഗേഴ്സ് ആയിട്ടും അതോടൊപ്പം തന്നെ അവരുടെ മാനുഷിക സ്വഭാവങ്ങളെയും അദ്ദേഹം അവിടെ വരച്ചു കാട്ടുന്നു. അപ്പോൾ സാധാരണഗതിയിൽ അതുവരെയുള്ള എഴുത്തുകാര് അവരെ വില്ലന്മാരായിട്ട് മാത്രം
എന്താണ് എഴുതിയപ്പോൾ ഭാഷ അത് അങ്ങനെയല്ലാതെ അവരുടെയും അവരുടെ മാനുഷിക സ്വഭാവങ്ങളെയും അവർക്കുണ്ടായതായ ആ ട്രാജഡിയെയും ഒക്കെ അദ്ദേഹം അവിടെ പറയുകയാണ്. ഉദാഹരണമായിട്ട് ഇൻ ഉരുഭങ്കനയില് ദുര്യോധന സഫറിങ് ആൻഡ് ഡിഗ്നിറ്റി ഇൻ ഡിഫീറ്റ് ഇവോക്ക് കമ്പാഷൻ. അപ്പോ ഉരുഭങ്ക എന്ന കൃതിയില് ദുര്യോധനന്റേതായ സഫറിങ്സും അതോടൊപ്പം തന്നെ ഡിഗ്നിറ്റി ഇൻ ഡിഫീറ്റ്, പരാജയത്തിലുള്ള തന്റെ ആ ഡിഗ്നിറ്റിയെയും എന്തിനെ ഇവോക്ക് ചെയ്യുന്നുണ്ട്? കമ്പാഷനെ, സഹതാപത്തെ ഇവോക്ക് ചെയ്യുന്നുണ്ട്. സിമിലർലി അതുപോലെ തന്നെ കർണഭദ്ര പോർട്രേസ്, കർണഭദ്രയിൽ എന്താണ് കാണുന്നത്? കർണാസ് ഇന്നർ കോൺഫ്ലിക്റ്റ് ആൻഡ് ലോയൽറ്റി. കർണ എന്ത് ചെയ്യാണ്? തന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്നതായ കോൺഫ്ലിക്റ്റ്, അതോടൊപ്പം തന്നെ ലോയൽറ്റി. അപ്പോൾ ഇതെല്ലാം ആ ഓഡിയൻസിന്റെ സിമ്പതി നേടിയെടുക്കുന്നത് കാണാനായിട്ട് കഴിയുന്നു. അങ്ങനെ ദിസ് ഷോസ്, ഇത് എന്തിനെ കാണിക്കുന്നു? ഭാഷാസ് ഒറിജിനാലിറ്റി ആസ് എ പ്ലെയർ ആയിട്ട്. അപ്പൊ ഭാഷ എന്ത് ചെയ്യുകയാണ്? ഒറിജിനാലിറ്റി, തന്റെ തനതായ രീതിയിൽ താൻ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ ഒന്നും അനുകരിക്കാതെ തന്റെ തനതായ രീതിയിൽ ഭാഷയുടെ എഴുതുന്നതിനുള്ള കഴിവിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഹി ചലഞ്ച്ഡ് കൺവെൻഷണൽ വ്യൂസ് ആൻഡ് എക്സ്പ്ലോർഡ് കോംപ്ലക്സ് ഹ്യൂമൻ ഇമോഷൻസ് ബ്ലെൻഡിങ് ട്രാജഡി വിത്ത് പാതോസ്. എന്ത് ചെയ്യാണ്? ഭാഷയുടെ ഒറിജിനാലിറ്റി ആസ് പ്ലെയർ ആയിട്ട് താൻ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ തന്റെ തനതായ രീതിയിൽ താൻ എഴുതുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാണ്? ഹി ചലഞ്ച്ഡ് കൺവെൻഷണൽ വ്യൂസ്, അതായത് അതുവരെ ഉണ്ടായിരുന്നതായ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായിട്ട് ഭാഷ എഴുതുകയും എക്സ്പ്ലോർഡ് കോംപ്ലക്സ് ഹ്യൂമൻ ഇമോഷൻസ്, മനുഷ്യനിലുള്ള ആ കോംപ്ലക്സ് ആയിട്ടുള്ള ഇമോഷൻസിനെയും താൻ എന്ത് ചെയ്യുകയാണ്? എക്സ്പ്ലോർ ചെയ്യുകയാണ്. ട്രാജഡിയെയും പാത്തോസിനെയും ഒക്കെ അദ്ദേഹം ബ്ലെൻഡ് ചെയ്യുന്നതും കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ ദ ഹീറോസ് ഓഫ് ദീസ് ടു പ്ലേസ് ആർ ട്രഡീഷണലി സീൻ എസ് വില്ലൻസ് ഓർ ആന്റി ഹീറോസ് ഇൻ ദ മഹാഭാരത. ഹവർ ഭാഷ ട്രീറ്റ്സ് ദം വിത്ത് സിമ്പതി. ടെക്സ്റ്റിൽ തന്നെയുള്ള ഭാഗമാണ് ഇത്, വെളിയിൽ നിർത്തിക്കുന്നതല്ല, ടെക്സ്റ്റിൽ തന്നെയുള്ളതായ ലൈനാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ദ ലയൺ റെഫേഴ്സ് ടു ഭാഷാസ് പ്ലേ ഉരുഭംഗ ആൻഡ് കർണഭാര. അതില് മഹാഭാരത, ദുര്യോധന ആൻഡ് കർണ ആർ ഓഫൻ പോർട്രേഡ് ആസ് വില്ലൻസ് ഓർ ആന്റി ഹീറോസ്. Basha, however, presents them as tragic figures and highlights their human qualities. In Urubanga, Duryodhana's suffering and dignity in defeat evoke compassion. Similarly, Karnabhara portrays Karna's inner conflict and loyalty, earning the audience's sympathy. This shows Bhasha's originality as a playwright. He challenged conventional views and explored human emotions, blending tragedy with pathos. This text line. The Sanskrit tradition did not have such prohibitions that required male actors to perform the role of female leads. അപ്പോൾ the Sanskrit tradition, നമ്മുടെ സംസ്കൃത പാരമ്പര്യത്തിൽ did not have prohibitions that required male actors to perform role of female leads. അപ്പോ മറ്റ് നാടകങ്ങളില് സാധാരണ പഴയ കാലത്തിൽ എന്തായിരുന്നു? സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ആര് തന്നെയായിരുന്നു? പുരുഷ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. കഥാപാത്രങ്ങൾ തന്നെ സ്ത്രീകളുടെ വേഷം അണിഞ്ഞ് സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ സംസ്കൃത ഡ്രാമയിൽ അങ്ങനെയായിരുന്നില്ല. This statement highlights a key difference between Sanskrit drama and European classical drama. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് കാണിക്കുന്നത്? ഹൈലൈറ്റ് ചെയ്യുന്നത് സംസ്കൃത് ഡ്രാമയും യൂറോപ്യൻ ക്ലാസിക്കൽ ഡ്രാമയും തമ്മിലുള്ള വലിയ വ്യത്യാസം. യൂറോപ്യൻ ക്ലാസിക്കൽ ഡ്രാമ അല്ലെങ്കിൽ ഗ്രീക്ക് തിയേറ്റർ ആയിരുന്നു ഇന്നത്തെ ഏറ്റവും പ്രാമുഖ്യമുണ്ടായിരുന്നത്. In Europe, women were banned from stage and male actors played female roles. Okay. അപ്പം in Europe, women were banned from stage. യൂറോപ്പിൽ എന്ത് ചെയ്യായിരുന്നു? സ്ത്രീകള് സ്റ്റേജിലേക്ക് പ്രവേശിക്കാനായിട്ട് അനുവാദം ഇല്ലായിരുന്നു. മെയിൽ ആക്ടേഴ്സ് പ്ലേഡ് ഫീമെയിൽ റോൾസ്. പുരുഷന്മാരായിരുന്നു സ്ത്രീ കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിരുന്നത്. ഇൻ കോൺട്രാസ്റ്റ്, പക്ഷെ അതിന് വിരുദ്ധമായിട്ട് സാൻസ്ക്രിത് തിയേറ്റർ അലൗഡ് വിമൻ ടു പാർട്ടിസിപ്പേറ്റ്. എന്നാൽ സംസ്കൃത ഡ്രാമയില് സ്ത്രീകൾക്കും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാമായിരുന്നു. സോ പ്ലേസ് കുഡ് ഫീച്ചർ ഓൾ മെയിൽ ഓർ ഫീമെയിൽ ഓർ മിക്സഡ് ട്രൂപ്സ്. അപ്പൊ അതുകൊണ്ട് എന്താണ് സംഭവിച്ചിരുന്നത്? നാടകങ്ങളില് ചിലപ്പോൾ എല്ലാം പുരുഷന്മാരായിരിക്കും, അല്ലെങ്കിൽ എല്ലാം സ്ത്രീകളായിരിക്കും, അല്ലെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നും നാടകങ്ങൾ സംസ്കൃത ഡ്രാമയിൽ
അവതരിപ്പിക്കപ്പെട്ടിരുന്നു. ദിസ് ഇൻക്ലൂഷൻ റിഫ്ലക്ട്സ് ദ കൾച്ചറൽ ഓപ്പൺനെസ് ഓഫ് ഇന്ത്യൻ ഡ്രാമ ടുവേർഡ്സ് ജെൻഡർ റോൾസ് ഇൻ പെർഫോമൻസ്. അപ്പം എന്താണ് ജെൻഡർ റോൾസ്? അപ്പൊ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും ഒരുപോലെ ഏത് നാടകങ്ങളില്, സംസ്കൃത നാടകങ്ങളിൽ അവർക്ക് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ളതായ അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇറ്റ് ഓൾസോ എൻഹാൻസ്ഡ് ഒതന്റിസിറ്റി ആൻഡ് ഇമോഷണൽ ഡെപ്ത് ഇൻ പ്ലേസ് ലൈക്ക് അഭിജ്ഞാന ശാകുന്തള, where Shakuntala's role requires delicate expression of love and suffering. എന്താണ്? ഇറ്റ് ഓൾസോ എൻഹാൻസ്ഡ്. ഇപ്പൊ നമുക്കറിയാം ശകുന്തളയില് ശകുന്തളയ്ക്ക് പകരം ഒരു പുരുഷനാണ് സ്ത്രീയുടെ വേഷം കെട്ടി നാടകം അവതരിപ്പിച്ചെങ്കിൽ അത്രയും ലവും സഫറിങ്ങും ഒക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതൊരു സ്ത്രീ കഥാപാത്രം തന്നെ ചെയ്യുമ്പോഴാണ് അതിന്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കപ്പെടാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഇറ്റ് ഓൾസോ എൻഹാൻസ്ഡ് ഒതന്റിസിറ്റി ആൻഡ് ഇമോഷണൽ ഡെപ്ത് ഇൻ ലവ്, depth in place like Abhijnana Shakuntala, where Shakuntala's role requires delicate expression of love and suffering. Thus, the practice shows the progressive nature of Indian theatrical tradition compared to some of its Western counterparts. Okay, തൽക്കാലം ഇന്നത്തേക്ക് ഇത് മതി. ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസോടെ ഞാൻ നാളെ തന്നെ കവർ ചെയ്തിട്ട് നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലോട്ട് വേഗത്തിൽ പോകാം. ഓക്കെ.